നമുക്ക് വേണ്ട സാധനങ്ങൾ എല്ലില്ലാണ്ട് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ, കുരുമുളക് പൊടി, മുളക് പൊടി, തൈര്, ഉപ്പ്, ഓൾ പർപ്പസ് ഫ്ലോർ. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഈ തൈരിൽ മുക്കിയിട്ട് ഒരു 4-5 മണിക്കൂർ തൈരിൽ സോക്ക് ചെയ്ത് വെക്കണം. തൈരിൽ സോക്ക് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനിലേക്ക് നമുക്ക് മസാല പറ്റണം. മസാല പറ്റാൻ വേണ്ടിയുള്ളതാണ് കുരുമുളക് പൊടിയും മുളക് പൊടിയും. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളകിനെ നമുക്ക് എണ്ണയിലിട്ടിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ പുറത്ത് വേറൊരു കോട്ടിങ് വരും. ആ കോട്ടിങ്ങിൽ നമ്മൾ ഈ ചിക്കൻ വറുത്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിലും മുളക് ശരിക്കും അങ്ങോട്ട് മുരിയില്ല. അപ്പോൾ മുളക് കുത്തു വരും. അത് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ മുളകിനെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഈ മുളക് പൊടി മുരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ജസ്റ്റ് ആ മുളകൊന്ന് മുരി. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ഇടുക. പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി ഇടുക. മുളക് ഇട്ട വഴിക്കുന്ന തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ മുളകിനെ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി നമ്മളിങ്ങനെ എണ്ണയിലിട്ട് ചൂടാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുളക് കരിഞ്ഞു പോകരുത്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് ഇട്ട വഴിക്ക് തന്നെ തീ ഓഫ് ചെയ്യണം. പിന്നെ എണ്ണയിൽ അധികം നേരം നമ്മൾ മുളക് വെക്കരുത്. അതങ്ങനെ എണ്ണ എടുത്തിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഒഴിക്കണം, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടിയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. കുറച്ച് എരിവിന് കുറച്ച് കൂടുതൽ പൊടി ചേർക്കാം. പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഉപ്പും കുരുമുളകും പൊടിയുടെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പൊടിയുടെ എല്ലായിടത്തും കുരുമുളകും ഉപ്പും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല പരട്ടി വെച്ചാണ് ചിക്കൻ്റെ പീസുകൾ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്യണം. ഇത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ പൊടിയാവണം. ചിക്കൻ്റെ എല്ലാ പീസുമേ കോട്ടിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ വേണം, കാരണം ഇത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാൻ വേണ്ടി. ഇങ്ങനെ പൊടി പോകാൻ വേണ്ടിയിട്ടൊന്ന് കുടഞ്ഞിട്ട് ഇടണം, കാരണം ഈ എണ്ണയിലേക്ക് പൊടിയായിട്ടുണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസ് ഇടാം.
നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വറുത്തിടാം. ചിക്കൻ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ എണ്ണയിൽ മാറ്റാം. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊന്ന്